എല്ലാവർക്കും സിയോൺ ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന കേട്ടറ്റ് എക്സാമിന് വേണ്ടി ഒരുങ്ങുകയാണല്ലോ. അതിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ്, ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി എന്നീ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുക. എല്ലാവിധ ക്ലാസ്സുകളും എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആദ്യമായാണ് നിങ്ങൾ സിയോൺ ക്രിയേഷൻ എന്ന ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ സംശയങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്തുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവന്നതുപോലെ ഇന്ന് ക്ലാസ്സിൻ്റെ രീതിയിൽ ഒരല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് സൈക്കോളജി നമ്മൾ കണ്ടത് ആദ്യം ഒരു ഭാഗം കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ കാണുകയാണ് ചെയ്തത്. എന്നാൽ ഇംഗ്ലീഷിൽ ആ രീതി തുടരുവാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് മാറ്റം വരുത്തുക. ഇന്നലെ നമ്മൾ കുറച്ച് തിയറി ക്ലാസ്സുകളാണ് കണ്ടത്. ഇന്ന് അതുപോലെ, അതായത് ഇന്നലെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും ആർട്ടിക്കിൾസും അങ്ങനെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗും എന്നിവയൊക്കെ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക ടെൻസസ് ആണ്. ടെൻസസ് നമുക്കറിയാം, ടെൻസസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെൻസസ്. അപ്പോൾ ടെൻസസുമായിട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ടെൻസസ് എന്താണ്, അതെത്ര തരമുണ്ട്, എങ്ങനെയാണ് തിരിച്ചിരിക്കുക, അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് വളരെ സിമ്പിളായ രീതിയിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സുകൾ ആരംഭിക്കുക. ടെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അറ്റ്സ് മെയിൻലി ദർ ആർ ത്രീ tense forms in English language. Mainly there are three tense forms in English language. First one, present form, then second form, past, and future is the third form. These are the divisions of tenses. Present എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർത്തമാനം, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂതകാലം, ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവികാലം. ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഈ പ്രസൻറ്റ് ഫോമിനെയും പാസ്റ്റ് ഫോമിനെയും ഫ്യൂച്ചർ ഫോമിനെയും വീണ്ടും നാല് രീതിയിൽ തിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ മൂന്ന് കാലഘട്ടത്തെ വീണ്ടും നാലായി തിരിക്കുകയാണ്. അതിൽ ഏറ്റവും അവസാനത്തെ ഫോം അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പ്രത്യേകിച്ച് ഫ്യൂച്ചർ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ. അത് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഒന്നാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ടെൻസാണ് പ്രസൻറ്റ് ടെൻസ്. ടെൻസിൻ്റെ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ആദ്യം കാണുന്നത് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വെർബ് അഥവാ ക്രിയ. ഒരു സെൻറ്റൻസിൻ്റെ മധ്യഭാഗത്ത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി വരുന്നതാണ് വെർബ്. വെർബിനെ കേന്ദ്രീകരിച്ചായിരിക്കും ടെൻസസിൻ്റെ ഫോംസിൽ അല്ലെങ്കിൽ വേർഡിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ വെർബിന് എത്ര തരത്തിൽ, അതായത് മൂന്ന് രീതിയിൽ നമ്മൾ പറഞ്ഞു, സബ്ജക്റ്റ് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ളതിനെ പറ്റി കേന്ദ്രീകരിച്ചായിരിക്കും അതിൻ്റെ വെർബിൻ്റെ ഫോംസിൽ വ്യത്യാസമുണ്ടാവുക. ആ വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ ക്രിയകൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ വീഡിയോയും ഇതിന് തൊട്ടു പുറകെയായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ആ വെർബുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ എന്താണ് V1 അല്ലെങ്കിൽ എന്താണ് V2 അല്ലെങ്കിൽ എന്താണ് V3, V1 V2 V3 എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണേണ്ടതാണ്. ആദ്യം ടെൻസസിൻ്റെ ഓർഡറും അതിൻ്റെ ഉപയോഗങ്ങളും പറയും. അതിന് പുറകെയുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. അതായത് തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ വെർബുമായിട്ടുള്ള കണക്ഷനെ പറ്റി അല്ലെങ്കിൽ വെർബിനെ പറ്റിയായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെൻസസ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ആദ്യത്തെ ഫോം. അപ്പോൾ അത് പ്രസൻറ്റ് ഫോമിൽ വരുന്ന ഫസ്റ്റ് പാർട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതിൻ്റെ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ്, അതായത് സെൻറ്റൻസിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്, സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. V1 എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബ്. The first form of the verb is known as V1, as we know that the meaning of the subject. There are many kinds of the names, nouns and he, she, like that. Everything is coming under the subject. പ്രധാനമായിട്ടും ഈ ഫോമിൽ, ദാറ്റ് മീൻസ് സിമ്പിൾ പ്രസൻറ്റ് ഫോമിൽ പ്രധാനമായിട്ടും ശീലങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ ഇവയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ അറ്റ് പ്രസൻറ്റ്, ഈ സമയത്ത് നടന്നു പോകുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാനും നമ്മളത് ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഫോം കൂടിയാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ്, ദാറ്റ് മീൻസ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ക്രിയയുടെ കൂടെ എന്തുപയോഗിക്കും? ES എന്ന സഹായക ക്രിയ, അതായത് ഡസ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ് സിംഗുലർ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. അവിടെ നമ്മൾ ഇന്നലത്തെ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിരുന്നു ഹീ, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ സബ്ജക്റ്റ് അല്ലെങ്കിൽ വെർബ് വരുമ്പോൾ വെർബിൻ്റെ കൂടെ ES ഉപയോഗിക്കണമെന്നാണ് ഇവിടെ പറയുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, മറക്കരുത്. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അനു പിക്സ് ഫ്ലവർ, അനു പിക്സ് ഫ്ലവർ. കണ്ടോ, അവിടെ എസ് വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ പിക്ക് എന്ന വെർബിനൊപ്പം അനു എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതിനാൽ വെർബിൻ്റെ കൂടെ എന്ത് ചേർത്തു? എസ് എന്ന വാക്ക് ചേർത്തു. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ടമായിട്ട് ഓർത്തിരിക്കുക. അതാണ് ഫസ്റ്റ് ഫോം. ഇനി പ്രസൻറ്റ് ഫോമിലെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നതാണ് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ്. പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ്. ദ ഓർഡർ ഓഫ് ദിസ് ഫോം ദി സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെയോ സംഭവത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടെൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ്. ഇവിടെ കർത്താവ്, അതായത് സബ്ജക്റ്റ് I എന്നാണ് വരുന്നതെങ്കിൽ ആം എന്ന സഹായക ക്രിയയും, ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണ് വരുന്നതെങ്കിൽ ഈസ് എന്ന ബഹുവചനവും, ഈസ് എന്നും അതുപോലെ തന്നെ ഐ പോലെയുള്ള പ്ലൂറൽ സബ്ജക്ട്സ് ആണ് വരുന്നതെങ്കിൽ ആറും ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഐ ആണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ആം, ഹി, ഷീ, ഇറ്റ് എന്നുള്ളവയൊക്കെയാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ ഈസ്, ദേ, യു എന്നുള്ള സബ്ജക്ട്സ് ആണ് വരുന്നതെങ്കിൽ ആറും ഉപയോഗിക്കുന്നു. അതിനുശേഷം ക്രിയയുടെ ഫസ്റ്റ് ഫോം ഓഫ് ദി വെർബിൻ്റെ കൂടെ INGയും ഉൾപ്പെടുത്തുന്നു. അപ്പോൾ അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ്. ഫോർ എക്സാമ്പിൾ ഐ ആം ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഐ ആം ഹെൽപ്പിംഗ് മൈ നെയ്ബർ. നിങ്ങൾ ഇതുപോലെ മറ്റ് സബ്ജക്ട്സുകൾ മാറ്റി മറ്റ് സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തി സെൻറ്റൻസ് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഏത് ഓക്സിലറി വെർബ് വരുന്നു എന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തേതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഇപ്പം നമ്മൾ പോകുന്ന പ്രസൻറ്റ് ടെൻസിലൂടെയാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. ദ ഓർഡർ ഓഫ് ദിസ്
sentences of this sentence is subject plus has or have plus V3 plus object. V3 plus object. V3 means the third form of the verb. That means the past participle. Past participle form of the verb. ഇവിടെ അല്പസമയത്തിന് മുൻപ് പൂർത്തിയായിപ്പോയ ഒരു പ്രവൃത്തിയെയോ സംഭവത്തെയോ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്പസമയത്തിന് മുൻപ് പൂർത്തിയായിപ്പോയ ഒരു പ്രവൃത്തിയോ സംഭവത്തെയോ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഏത് ടെൻസാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസും പ്ലൂരൽ ആണെങ്കിൽ ഹാവും ഉപയോഗിക്കണം. എന്നാൽ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ടുള്ള ഐ എന്ന സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഒപ്പം എന്തുപയോഗിക്കണം? ഹാവ് ആയിരിക്കണം ഉപയോഗിക്കണം. അതിനുശേഷം പ്രധാനപ്പെട്ട ക്രിയയോടൊപ്പം മെയിൻ വെർബിനൊപ്പം നമ്മൾ കഴിഞ്ഞ ഫോമിൽ പഠിച്ചത് എന്താണ്? ING ഫോം ആണെങ്കിൽ ഇവിടെ V3 ആണ്, തേർഡ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഹെൽപ്ഡ് മൈ നെയ്ബർ. ഐ ഹാവ് ഹെൽപ്ഡ് മൈ നെയ്ബർ. അടുത്തത് നാലാമത്തെ ഫോം, പ്രസൻറ്റ് ടെൻസിലെ നാലാമത്തെ ഫോമാണ് ഇനി നമ്മൾ കാണുക. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. Here the order of the sentence is subject plus has or have plus been plus V1 plus ING plus object. Subject plus has or have plus been plus V1 plus ING plus object. കഴിഞ്ഞ ഏതോ ഒരു സമയത്ത് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സംഭവം തുടങ്ങി, അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ ഈ ഫോമാണ് ഉപയോഗിക്കുക. ഏത് ഫോം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ഫോമാണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഐ ഹാവ് ബീൻ ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം പ്രസൻറ്റ് ടെൻസിലെ 4 ഫോംസും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് ടെൻസ്, രണ്ടാമത്തെ ടെൻസാണ് കാണുന്നത്. അത് പാസ്റ്റ് ആണ്. പാസ്റ്റ് ടെൻസിലെ 4 ഫോം, ഇപ്പം നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ 4 ഫോം കണ്ടതുപോലെ ഇനി പാസ്റ്റ് ടെൻസിലെ 4 ഫോമാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഫസ്റ്റ് ഫോം ഓഫ് ദി പാസ്റ്റ് ടെൻസ്, ദ സിമ്പിൾ ഫോം. ദ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. ദ സെക്കൻഡ് ഫോം ഓഫ് ദി വെർബ് വി ക്യാൻ യൂസ് ഹിയർ. കഴിഞ്ഞ കാല പ്രവർത്തികളെയും സംഭവങ്ങളെയും സൂചിപ്പിക്കാനാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. അപ്പോൾ കഴിഞ്ഞ കാല പ്രവർത്തികളെയും സംഭവങ്ങളെയും സൂചിപ്പിക്കാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹെൽപ്ഡ് മൈ നെയ്ബർ. ഐ ഹെൽപ്ഡ് മൈ നെയ്ബർ. ഐ ഹെൽപ്പാണ്, ഹെൽപ്പല്ല, ഹെൽപ്പിൻ്റെ കൂടി ED ഉണ്ട്, പാസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഐ ഹെൽപ്ഡ് മൈ നെയ്ബർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫോം, പാസ്റ്റ് ടെൻസിലെ സെക്കൻഡ് ഫോം, പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. പാസ്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. ദ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. കഴിഞ്ഞ ഏതോ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെയോ സംഭവത്തെയോ പറ്റി സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഈ ടെൻസാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, അതായത് ഐ ഉൾപ്പെടെ വാസും, എന്നാൽ പ്ലൂരൽ ആണെങ്കിൽ എന്തുപയോഗിക്കുന്നു? വേർ ഉപയോഗിക്കുന്നു. അതിനുശേഷം മെയിൻ വെർബിനൊപ്പം ING ഫോമും ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ വാസ് ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഐ വാസ് ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ആൻഡ് വൺ മോർ എക്സാമ്പിൾ, വി വെയർ ഹെൽപ്പിംഗ് അവർ നെയ്ബർ. വി വെയർ ഹെൽപ്പിംഗ് അവർ നെയ്ബർ. അവിടെ സബ്ജക്റ്റിനനുസരിച്ച് ഓക്സിലറി വെർബ് മാറിയത് പ്രത്യേകം ശ്രദ്ധിക്കണം.
Third form of the past tense. Third form of the past tense. Past perfect tense. Past perfect tense. The order of the sentence is subject plus hard plus V3 plus object. Subject plus hard plus V3 plus object. Third form of the verb we can use here, and auxiliary verb must be hard. ഭൂതകാലത്തിന്, അതായത് ഭൂതകാലത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒന്നിൽ കൂടുതൽ പ്രവൃത്തികൾ, രണ്ട് പ്രവൃത്തികൾ നടക്കുകയാണെങ്കിൽ ആദ്യത്തെ പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തെ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം എഴുതേണ്ടത്. അത് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ് വെൻ ദ ഡോക്ടർ അറൈവ്ഡ്. ദ പേഷ്യൻറ്റ് ഹാഡ് ഡൈഡ് വെൻ ദ ഡോക്ടർ അറൈവ്ഡ്. ഇവിടെ സബ്ജക്ട്സിന് ശേഷം ഹാഡ് എന്ന സഹായക ക്രിയയാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ മറ്റൊന്നും ഓർക്കേണ്ടതായിട്ടില്ല. അതോടൊപ്പം മെയിൻ V3 ആണ് ഉപയോഗിക്കുക. തേർഡ് ഫോം ഓഫ് ദി വെർബ് ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ സെൻറ്റൻസ് ഈസ് ദിയർ, ഐ ഹാഡ് ഹെൽപ്ഡ് മൈ നെയ്ബർ. ഐ ഹാഡ് ഹെൽപ്ഡ് മൈ നെയ്ബർ. ഇനി അവസാനത്തെ, അതായത് പാസ്റ്റ് ടെൻസിലെ ലാസ്റ്റ് ഫോം, ദ ഫോർത്ത് ഫോം ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. The order of the sentence is subject plus had plus been plus V1 plus ing plus object. Subject plus had plus been plus V1 plus ing plus object. കഴിഞ്ഞ ഒരു സമയത്ത് ഒരു പ്രവൃത്തി തുടങ്ങി, അതായത് കഴിഞ്ഞു പോയ ഒരു സമയത്ത് ഒരു പ്രവൃത്തി തുടങ്ങി. അപ്പോൾ അത് ഏതോ ഒരു സമയം വരെ തുടർന്നുകൊണ്ടിരുന്നു, അതായത് അവസാനിച്ചിട്ടില്ല, ഏതോ ഒരു സമയം വരെ തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി. എപ്പോഴാണ് കൃത്യമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാനായിട്ടാണ് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഐ ഹാഡ് ബീൻ ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസിലും മുഴുവൻ ഫോംസും കണ്ടു കഴിഞ്ഞു. ഇനി ടെൻസുകളിലെ ഏറ്റവും അവസാനത്തെ ടെൻസാണ് ഫ്യൂച്ചർ ടെൻസ്. ഫ്യൂച്ചർ ടെൻസിലും ഇതുപോലെ 4 ഫോംസ് ഉണ്ട്. നമ്മൾ ഇനി അതാണ് കാണാൻ പോകുന്നത്. ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ദ ഫസ്റ്റ് ഫോം ഈസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ദ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഭാവിയിൽ സംഭവിച്ചേക്കാവുന്ന ഒരു പ്രവൃത്തിയെയോ സംഭവത്തെയോ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോം ഓഫ് ദി ടെൻസ് ആണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇവിടെ സബ്ജക്റ്റ് ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ, അതായത് ഐ അല്ലെങ്കിൽ വി എന്നിവ വരികയാണെങ്കിൽ ഷാൾ എന്ന സഹായക ക്രിയ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് പേഴ്സൺ യു എന്നുള്ള സബ്ജക്ട്സുകൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ ആണ് വരുന്നതെങ്കിലും എന്താണ് സഹായക ക്രിയ ഉപയോഗിക്കുക? വില്ലായിരിക്കും ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഷാൽ ഹെൽപ്പ് മൈ നെയ്ബർ. ഐ ഷാൽ ഹെൽപ്പ് മൈ നെയ്ബർ. അവിടെ സബ്ജക്റ്റ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക. സെക്കൻഡ് ഫോം, ഫ്യൂച്ചർ കണ്ടിന്യൂവസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂവസ് ടെൻസ്. ദ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് V1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. ഭാവിയിൽ ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമെന്ന് കാണിക്കാനായിട്ട്, അല്ല നടന്നിരിക്കുമെന്ന് കാണിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോം ഓഫ് ദി ടെൻസ് ആണ് ഇത്. ഫോർ എക്സാമ്പിൾ, ഐ ഷാൽ ബി ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഐ ഷാൽ ബി ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഇനി മൂന്നാമത്തെ ഫോം, ഫ്യൂച്ചർ ടെൻസിലെ മൂന്നാമത്തെ ഫോമാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ദ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് have plus V3 plus object. Subject plus will or shall plus have plus V3 plus object. ഇവിടെ ഭാവിയിൽ ഒരു സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായിരിക്കുമെന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഒരു സമയത്ത് ഒരു പ്രവൃത്തി പൂർത്തിയായിരിക്കും, ഓക്കെ, എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഐ ഷാൾ ഹാവ് ഹെൽപ്ഡ് മൈ നെയ്ബർ. ഐ ഷാൾ ഹാവ് ഹെൽപ്ഡ് മൈ നെയ്ബർ.
ഇനി ലാസ്റ്റ് ഫോം ഓഫ് ദി ടെൻസ്, അതായത് ഫ്യൂച്ചർ ടെൻസിലെ ലാസ്റ്റ് ഫോം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ്. ദ ഓർഡർ ഓഫ് ദി സെൻറ്റൻസ് ഈസ് സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് V1 പ്ലസ് ing പ്ലസ് ഒബ്ജക്റ്റ്. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് തുടങ്ങി ഭാവിയിൽ തന്നെ ഒരു നിശ്ചിത കാലയളവിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെപ്പറ്റി സൂചിപ്പിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂവസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മളങ്ങനെ അധികം ഉപയോഗിക്കാറില്ലാത്ത ഒരു ഫോം കൂടിയാണ്, എന്നാൽ അത് പഠിക്കുക വേണം താനും. ഫോർ എക്സാമ്പിൾ, ഐ ഷാൾ ഹാവ് ബീൻ ഹെൽപ്പിംഗ് മൈ നെയ്ബർ. ഐ ഷാൾ ഹാവ് ബീൻ ഹെൽപ്പിംഗ് മൈ നെയ്ബർ എന്നുള്ളതാണ് ഉദാഹരണം. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെ നമ്മൾ ഫുൾ ടെൻസസിൻ്റെ ഫുൾ ഫോംസ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ടെൻസസിലൂടെയും പോയി ഇവിടെ നമ്മൾ ഒരു സെൻറ്റൻസിനെ തന്നെ വിവിധ ഫോമിലേക്ക് മാറ്റി, ഓർഡർ അനുസരിച്ച് നമ്മൾ വിവിധ ഫോമിലേക്ക് മാറ്റിയാണ് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കുക ഒരു പക്ഷേ മറ്റ് എക്സാമ്പിൾസ് ആയിരിക്കും. അപ്പോൾ രണ്ടും ഉപകാരപ്പെടണം. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ മുമ്പോട്ട് ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് കേട്ടറ്റിന് ഉപകരിക്കുന്ന ക്ലാസ്സുകൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഓരോ സബ്ജക്ട്സ് ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ അത് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷനിലൂടെ അതിനെപ്പറ്റി അറിവ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ബെൽ ബട്ടൺ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിലേക്ക് അത് മാറ്റിയിടാനായിട്ടും ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.